ക്രോസ് ദ ലൈൻ. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. കാർമൻ്റെ ജീവനറ്റ ശരീരത്തിന് മുൻപിൽ നിന്ന് മാഗി തുണ്ടു നോക്കി തിരികെ പോക്കറ്റിലിട്ട് അവിടെ കിടക്കുന്ന ഡൊണാൾഡ് കെല്ലിയുടെ തോക്കെടുത്ത് തിരികെ നടക്കുകയാണ്. ആർലോ മഴവില് പോലെ കൊതിപ്പിക്കുന്ന ആ വിഷം കുപ്പിക്കുള്ളിലാക്കി മെറിലിന് നൽകുന്നു. മെറിൽ അത് നിക്കോളാസിന് കൈമാറുന്നു. നിക്കോളാസ് ഒരു ക്ലാരിറ്റി വരുത്തുകയാണ്. എല്ലാവർക്കും ഇത് കുടിച്ചാൽ ആ വരയ്ക്കപ്പുറത്തേക്ക് ഈസിയായി പോകാം. പക്ഷേ വിഷമല്ലേ? അളവിലധികം കുടിച്ചാൽ ഈ മൃഗങ്ങളെ പോലെ വടിയാവും. കുറച്ച് കുടിച്ചാലോ? കുടിച്ചിട്ട് വരെ കിടക്കുമ്പോൾ വടിയാവും. ഒട്ടും കുടിച്ചില്ലേൽ ആ കൊലയാളി വന്ന് വടിയാക്കും അല്ലേ? അതെ. അവർ മൂവരും അവിടുന്ന് തിരിക്കുമ്പോൾ കയ്യിലൊരു ബാഗുമായി പുതുതായി എത്തിയ അതിഥി വലേറിയയും എല്ലനെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നടന്നതെല്ലാം. അതായത് വൈദ്യുതി തടസ്സപ്പെട്ടത്, ഫോൺ സിഗ്നൽ, വണ്ടിയുടെ എഞ്ചിൻ എല്ലാം നിലച്ചതും വരയിലുള്ള പ്രഭാവം, മൃഗങ്ങളുടെ പതിവില്ലാത്ത വെപ്രാളം, അതുപോലെ തന്നെ ചില മനുഷ്യർക്കും. എല്ലാം ഞെട്ടിക്കുന്നതും ദുരന്തപൂർണവുമാണെങ്കിൽ കൂടെ ഇതൊന്നും വിശദീകരണത്തിന് അതീതമല്ലെന്ന് പറയുമ്പോൾ എന്താണതിൻ്റെ വിശദീകരണമെന്ന് വ്യക്തമാക്കാൻ എല്ലൻ പറയുന്നു. അത് പറയാം, പക്ഷെ ആദ്യം തന്നെ ഇവിടെയുള്ള സകലരെയും ഈ ദുരിതമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ അവിടെ നിലവിലുള്ളവരുടെ എല്ലാം വിവരങ്ങൾ കേട്ടറിയുന്നു. മൊത്തം 9 പേർ. നിങ്ങൾ 2 പേർ, സഹായം തേടിപ്പോയ 2 ആണുങ്ങൾ, ജെയിംസ്, റൂബൻ, ക്ലിനിക്കിലുള്ള ഒരാൾ, അയാൾക്കൊപ്പമുള്ള ഒരു സ്ത്രീ. അതെ, ഡൊണാൾഡും മാഗിയും. മാഗി ഒരു വെറ്റിനറി ഡോക്ടറാണ്. തിരികെ എത്തുന്ന മാഗി ഈ സംസാരം കേട്ടുകൊണ്ടുവന്ന് പതിയെ ആരെന്ന് നോക്കി മെല്ലെ നീങ്ങി അടുത്തേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ അയാൾ തോക്കെടുക്കാൻ തുനിയുന്നു. ഒന്ന് ശാന്തനായിട്ട്. നിങ്ങളായിരിക്കും മാഗി അല്ലേ? ഇത് ലൂറ്റനന്റ് ഓൾസൺ എന്ന് പിറകിൽ നിന്ന് മാഗിയോടായി എല്ലനും പറയുന്നു. മാഗി കാർമൻ്റെ ബോഡി കാടിനുള്ളിൽ കണ്ടതായി പറയുമ്പോൾ ഓൾസൺ തൻ്റെ ഒരു പ്രധാന ദൗത്യം കാർമൻ നോവറയെ കണ്ടെത്തി അവരെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്തുക എന്നതായിരുന്നു എന്ന് പറയുമ്പോൾ എന്തിന്, അവർക്കെന്താ സംഭവിച്ചെന്ന് ഭയപ്പാടോടെ എല്ലനും വലേറിയും തിരക്കുമ്പോൾ കാർമൻ പെട്ടെന്ന് ബുദ്ധിഭ്രമം സംഭവിച്ച പോലെ പെരുമാറി നോവറോ ഫാമിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നുവെന്നും വിവരിക്കുന്നത് കേട്ട് കാർമൻ്റെ മാറ്റത്തിന് ആ വരയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എല്ലൻ തിരക്കുമ്പോൾ തീർച്ചയായും കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കാർമനെ വേറെ ആരെങ്കിലും കണ്ടതായി അറിവുണ്ടോ എന്ന് ചോദിക്കുന്നു. ഡൊണാൾഡ് കെല്ലി കണ്ടതായി മാഗി പറയുമ്പോൾ അയാൾ കണ്ടത് കാർമനെ ജീവനോടെയാണോ അല്ലാതെയാണോ എന്നറിയോ എന്ന് ഓൾസന്റെ ചോദ്യം. അദ്ദേഹം ആ ശരീരമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മരിച്ചു കിടക്കുന്നതായിട്ടാവണം കണ്ടിരിക്കുന്നത്. അത് നന്നായി. കാർമൻ ജീവനോടെയുള്ളപ്പോൾ ആരെങ്കിലുമായി കോണ്ടാക്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ രൂക്ഷമായ പ്രശ്നമുണ്ടായേനെ. ഓ, എന്താ ഈ രൂക്ഷമായ പ്രശ്നം? പെട്ടെന്നല്ല മാഗിയെ വിളിച്ച് ആർലോ കഴിഞ്ഞ രാത്രി കെല്ലിക്ക് മുന്നേ കാട്ടിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വലേറിയ അതിനുശേഷം അവനെന്തോ മാറ്റമുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു. അതവൻ്റെ തലയ്ക്കടിയേറ്റപ്പോഴുണ്ടായ ഷോക്കാണെന്ന് മാഗി തീർക്കുമ്പോൾ ആർലോ ആരെന്ന് തിരക്കി ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഓൾസൺ എവിടെയെന്ന് അന്വേഷിക്കുന്നു. വീട്ടിലുണ്ടെന്ന് വലേറി പറയുമ്പോൾ അല്ല, കുറച്ച് ശാന്തമാവാൻ അവർ ഫാമിൽ മൃഗങ്ങളെ പരിപാലിക്കുകയാണെന്നും താൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മാഗി അയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കെല്ലിയുടെ തോക്കെടുത്ത് വലേറിക്ക് കൊടുത്ത ശേഷം കാട്ടിലൂടെ വീട്ടിലേക്ക് ആർലോയുടെ പിറകെ നടക്കുന്ന നിക്കോളാസ് ഒരു പെരിച്ചാഴി വരയ്ക്കടുത്തായി ഉരുകിക്കിടക്കുന്നത് മെറിലിനെ കാട്ടുമ്പോൾ മെറിൽ ആർലോയെ വിളിച്ച് നിൽക്കാത്തതിനെ തുടർന്ന് ഹാർബിഞ്ചർ എന്ന് വിളിച്ചു നിർത്തി എനിക്കെന്റെ സഹോദരനോട് സംസാരിക്കണമെന്ന് ചൂടാകുമ്പോൾ നോർമലാവുന്ന ആളിനെ നോക്കി തനിക്ക് ഉത്തരങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തുടരുകയാണ്. നിക്കോളാസ് ഹാർബിഞ്ചർ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ നീ കൈ ആകാശത്തേക്ക് ചൂണ്ടിക്കാട്ടി. എന്താ അതിനർത്ഥം? ഭൂമിക്ക് പുറത്തുനിന്നാണോ? അവിടുന്നാണോ ഹാർബിഞ്ചർ എത്തിയിട്ടുള്ളത്? ആർലോ അതേന്ന് പറയുമ്പോൾ ഈ ഹാർബിഞ്ചറെ കൊടുക്കാനായിട്ടാണോ ആ കൊലയാളി, അസാസിൻ, ഈ ഭീകരമായ വര ചുറ്റി വരച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശരിയാണെന്ന് പറയുന്നത് കേട്ട് അസാസിൻ എന്തിനാ ഹാർബിഞ്ചറെ കൊടുക്കാൻ നോക്കുന്നതെന്ന് നിക്കോളാസ് ആരായുന്നു. ഹാർബിഞ്ചർ ഇവിടെ എത്തിയത് ഒരു നിയോഗമാണ്. ഹാർബിഞ്ചർ ഒരു രഹസ്യ ദൗത്യത്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് ആ രഹസ്യ ദൗത്യമെന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്തായി ഒരു കാർ വരുന്ന ശബ്ദം കേട്ട് മൂവരും വിസ്മയത്തോടെ അങ്ങോട്ടേക്ക് നീങ്ങുന്നു. മാഗി ഓൾസനെ തൊഴുത്തിലേക്ക് വഴി കാണിച്ചുകൊണ്ട് അയാളെ പറ്റിയുള്ള വിവരങ്ങൾ തിരക്കുകയാണ് ഒരു സംശയഭാവത്തോടെ. ബിർമിംഗ്ഹാം പോലീസിലെ ലൂറ്റനന്റ് ആണെന്നും പോലീസിനും ആർമിക്കും മറൈൻസിനും വേണ്ടിയുള്ള ദൗത്യം ഏറ്റെടുക്കുന്ന ഫോഴ്സ് ആണെന്നും ഒറ്റയ്ക്കാണെന്നും പറയുമ്പോൾ സംശയമേറുന്നു. കാരണം തങ്ങളുള്ള അലബാമയുടെ പരിധിക്ക് മകലെയുള്ള ബിർമിംഗ്ഹാം പോലീസ് ഈ സ്ഥലത്തേക്ക് ദൗത്യത്തിനെത്തുന്നതും അതും ഒറ്റയ്ക്കാണെന്നും പറയുന്നത് കേട്ട് മാഗി ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. തനിക്കറിയാവുന്നിടത്തോളം ഈ വരയുന്നത് ഒരു പ്രത്യേകതരം ശക്തമായൊരു സ്പന്ദനമാണെന്നും ജീവജാലങ്ങൾ അതുമായി കോണ്ടാക്ട് ഉണ്ടാക്കുമ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് തനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ലെന്നും ആ വര വരച്ചയാൾ എല്ലാവരെയും രക്ഷിക്കാനായിരിക്കും ശ്രമിക്കുന്നത്, പക്ഷേ അയാൾക്ക് ഇതേപ്പറ്റി എല്ലാം അറിയുമെന്ന് തോന്നുന്നില്ലെന്നും ഓൾസൺ പറയുന്നത് കേട്ട് കാർമന്റെ ശരീരം വളരെ കൊടൂരമായാണ് കിടക്കുന്നത് കണ്ടതെന്നും അതെന്ത് സംഭവിച്ചതാകാമെന്നും മാഗി ചോദ്യം ചെയ്യുന്നു. തനിക്കറിയില്ലെന്നും തീർച്ചയായും അത് കാണാതായ ശേഷം സംഭവിച്ച എന്തോ ആയിരിക്കുമെന്നും പറയുന്ന അയാളോട് കുട്ടികൾ മുകളിൽ കച്ചിപ്പുരിയിലുണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാഗി കയറ്റുന്നു. അവിടെ നോക്കി ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞു തിരിയുന്ന ഓൾസനോട് മാഗി അതെ ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞ ശേഷം കാർമന്റെ കയ്യിൽ കെട്ടുപാടുണ്ടായിരുന്നുവെന്നും നിങ്ങൾ പറഞ്ഞതൊക്കെയും കളവല്ലേ എന്ന് ശക്തമായ സംശയത്തോട് ചോദിക്കുമ്പോൾ അയാളുടെ വിധം മാറുന്നു. നീ നല്ല തൻ്റെടിയാണ്, പക്ഷേ നിനക്കതുകൊണ്ട് രക്ഷപ്പെടാനാകില്ല. അതെന്താ അങ്ങനെ? കാരണം ഇവിടെ വേറെ ആരുമില്ല, വേറെ വഴിയുമില്ല.
നിങ്ങൾക്കെല്ലാം രക്ഷപ്പെടാനുള്ള ഏക വഴി നിന്റെ മകൻ ആർലോയ്ക്ക് അടുത്തേക്ക് എന്നെ എത്തിക്കുക എന്നതാണ്. ഒരിക്കലുമില്ല. ഇത് കേട്ടയുടൻ ചാടി വീഴാൻ നേരം മാഗി കയ്യിലുള്ള തോക്ക് വെച്ച് അയാളെ അടിച്ചിടുന്നു. ബോധം വരുമ്പോൾ അയാൾ ഒരു തൂണിനോട് ചേർത്ത് കെട്ടിയിട്ട നിലയിലാണ്. വലിയേറിയ തോക്കും ചൂണ്ടിക്കൊണ്ട് മാഗിയുടെ അടുത്തുണ്ട്. അവൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ബാഗിലുള്ള സാധനങ്ങൾ സിപ്റ്റയും മറ്റുമൊക്കെ എന്തായാലും നല്ലതിനല്ലെന്നും കാർമെന്റെ കയ്യിൽ ഇതുപോലുള്ള ടൈയിട്ട് ബന്ധിപ്പിച്ച പാടുകൾ കണ്ടെന്നും പറയുമ്പോൾ അവനെ കണ്ടിട്ട് കള്ളം പറയുന്നതായി തോന്നുന്നില്ലെന്ന് പ്രകടിപ്പിക്കുന്ന വലേറിയയുടെ മാഗി. അതല്ലേ കള്ളം പറയുന്നവരുടെ ധൈര്യം വലേറിയ. അവരെല്ലാവരെയും പോലെ കാഴ്ചയിൽ സാധാരണമായിരിക്കും. ഇത് കേട്ട് പതർന്ന വലേറിയ തിരിഞ്ഞു നിന്നിട്ട് പിന്നെ ഇതാരാണെന്ന് ചോദിക്കുന്നു. ഒരു പിടിയുമില്ല. കുറച്ചു നേരം മൗനത്തോടെ നിന്നിട്ട് വലേറി, നിനക്കറിയാമല്ലേ, ജെയിംസും ഞാനും എല്ലാം അറിയാമെന്ന് മനസ്സിലാക്കി വലേറിയ തന്നോട് വെറുപ്പാണല്ലേ എന്ന് സഹതപിക്കുമ്പോൾ, വെറുപ്പല്ല, മറിച്ച് നീ ഞാൻ കരുതിയ പോലെ ഒരു നല്ല സ്ത്രീ അല്ലാത്തതും നീ കരുതിയിരിക്കുന്ന പോലെ ഒരു നല്ലവളല്ല നീ എന്ന യാഥാർത്ഥ്യം ആലോചിച്ചിട്ടുള്ള ദയ മാത്രമാണെന്ന് പറയുന്നു. ജെയിംസ് പറഞ്ഞത് ശരിയായിരുന്നു. എത്ര ക്രൂരയാണ് നിങ്ങളെന്നത്. ഉടൻ ഓൾസന് ബോധം വീഴുന്നു. നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണെന്നും ആളോ എൻ്റെ അടുക്കലേക്ക് അത്യാവശ്യമായി എത്തിക്കണമെന്നും അയാൾ പറയുന്നത് കേട്ട് അരിശം കൊണ്ട് സംസാരം നിർത്താൻ ഷൗട്ട് ചെയ്ത് വലേറിയയുടെ നോക്കാനും കുട്ടികളെ യാതൊരു കാരണവശാലും അവിടെ എത്താൻ വഴിയൊരുക്കരുതെന്ന് പറഞ്ഞ് മാഗി താഴേക്ക് പോകുന്നു. പോയി കഴിഞ്ഞുടൻ ഓൾസൺ മാഗി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും ഈ കാണിക്കുന്നതൊക്കെയും അബദ്ധമാണെന്നും പറയുമെങ്കിലും അവൾ ശരിയാണ് ചെയ്യുന്നതെന്ന് വലേറിയ ദൃഢതയോടെ നിൽക്കുന്നു. അയാൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നിട്ട് മൂളിപ്പാട്ട് പാടിക്കഴിഞ്ഞ് ഉടൻ വെപ്രാളപ്പെട്ട് തന്നെ ഇങ്ങനെ കെട്ടിയിട്ടാൽ രക്ഷിക്കാനാകില്ലെന്നും മാഗി മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ കാര്യം തന്നെയാണെന്നും എന്നാൽ നിങ്ങൾ ഈ കെട്ടഴിച്ചെന്നെ സഹായിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നത് കേട്ട് ഭയപ്പാടോടെ വലേറി നിൽക്കുമ്പോൾ എല്ലാം അവിടേക്ക് പടികേറി വരുന്നു. വന്ന് താൻ മാഗി ക്ലിനിക്കിലേക്ക് ധൃതിയിൽ പോകുന്നത് കണ്ടെന്ന് പറയുമ്പോൾ അവളുടനെ എത്തും. കുട്ടികളെ കണ്ടോ എന്ന് വലേറി തിരക്കുന്നു. വീട്ടിലെവിടെയും കണ്ടെത്താനായില്ലെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ പേടിച്ചിട്ട് കാട്ടിലേക്ക് പോയി ഒളിച്ചതാകുമെന്ന് പറഞ്ഞ് എല്ലനെ അവിടെ നിർത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ബഹളം വെക്കണമെന്ന് പറഞ്ഞ് വലേറിയ കുട്ടികളെ കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നു. എല്ലൻ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ വെച്ച് ഒരു പിസ്റ്റലും എടുത്ത് നിൽക്കുമ്പോൾ മാഗി ക്ലിനിക്കിലെത്തി വളരെ വെപ്രാളത്തിൽ ശ്വാസം കിട്ടാതെ പാനിക് അറ്റാക്കിൽ നടന്നു വന്ന് അവിടെ ഇരുന്നു പോവുകയാണ്. ഇത് കണ്ട് അന്തിച്ച് കെല്ലി വന്ന് എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ അണച്ചുകൊണ്ട് അവിടെ ഒരാൾ വന്ന് എന്ന് പറയാൻ കഷ്ടപ്പെടുന്നത് കണ്ട് റിലാക്സ് ആക്കാൻ നോക്കുന്നു. കുട്ടികൾ മൂവരും കാറിന്റെ ശബ്ദം കേട്ട ആ ദിശയിലേക്ക് ഓടിയെത്തുമ്പോഴാകട്ടെ അവിടെ അത് ആ മാസ്ക് മാൻ വീണ്ടും ബോർഡും പിടിച്ചുകൊണ്ട്. ഇത് കണ്ട് മെറിലും മാർലോയും നിക്കോളസും സ്തബ്ധരായി നിൽക്കുമ്പോൾ അവരുടെ പക്കൽ ആ വിഷമുള്ള കുപ്പി കണ്ടപാടെ ഡോൺ ക്രോസ് ദ ലൈൻ എന്ന ബോർഡ് അയാൾ നേരെ കൊണ്ട് കാറിന് മുകളിൽ വെച്ച് വേഗത്തിൽ മായ്ച്ചെഴുതുന്നത് കണ്ട് നിക്കോളാസ് ഭയപ്പാടോടെ പോക്കറ്റിൽ നിന്ന് കത്തിയെടുത്ത് കയ്യിൽ പിടിക്കുന്നു. വേണ്ട എന്നിത് കണ്ട മെറിൽ പറയുമ്പോൾ ആ മാസ്ക് മാൻ പുതിയ വാചകം എഴുതിയ ബോർഡ് കാണിക്കുന്നു. ആ കുപ്പി തൻ്റെ അടുത്തേക്ക് ഉരുട്ടി നൽകാൻ. ഇല്ല, മെറിലും നിക്കോളസും പറയുന്നത് കേട്ടപാടെ അയാൾ ബോർഡ് കാറിന് മുകളിൽ വെച്ച് നടന്നെടുക്കുന്നു. ഹേയ് വേണ്ട, വര. അയാൾ ഓടി വന്ന് നിക്കോളസിന്റെ കയ്യിൽ നിന്ന് കുപ്പി പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നു. നിർത്തുന്ന മെറിൽ അലറുമ്പോഴേക്കും ഇരുവരും വീണ് ആ കുപ്പി അവിടെ കിടന്ന പാറയിലിടിച്ച് പൊട്ടിച്ചീറുന്നതോടൊപ്പം നിക്കോളസിന്റെ കയ്യിലിരുന്ന കത്തി അബദ്ധത്തിൽ അയാളുടെ പള്ളയ്ക്ക് കുത്തി കയറുകയും ചെയ്യുന്നു. അയാൾ പതിയെ മുരളിക്കൊണ്ട തുളച്ച കത്തി ഊരി മാറ്റുന്നു. ഇത് കണ്ട് വിരളുന്ന നിക്കോളാസ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അയാളെ രക്ഷിക്കാൻ നോക്കാമെന്ന് മെറിൽ വന്ന മാസ്ക് ഊരുന്നു. ഒരു സാധാരണ മനുഷ്യൻ. മെറിൽ മുറിവിലേക്ക് തുണി വെച്ച് അമർത്തി പിടിക്കുമ്പോൾ വിസ്മയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് നിങ്ങളെ അറിയാമെന്ന് ഹാർബിഞ്ചറുടെ രീതിയിൽ ആളോ പറയുന്നത് കേട്ട് അത്ഭുത പരവശനായ അയാൾ, നീ ഇറ്റ്സ് യു. അതെ, നീ ആ സ്ത്രീ ആയിരുന്നില്ലേ? കാർമനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതെ, ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ ഞാൻ ആർലോയാണ്. നിങ്ങൾ മഖ്നാബും. അപ്പോൾ മഖ്നാബ് എന്നാണ് ആ മാസ്ക്മാൻ്റെ പേര്. ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച് കാറിനടുക്കലേക്ക് കൊണ്ടുവന്നെങ്കിലും നീ ഓടിക്കളഞ്ഞെന്നും എന്നാലിപ്പോൾ വീണ്ടും കണ്ടെത്തിയെന്ന് അയാൾ നിശ്വസിക്കുമ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയാതെ നിൽക്കുന്ന നിക്കോളസും മെറിലും. അത്യാവശ്യമായിരുന്ന വിഷം പോയിരിക്കുന്നു. ഗ്യാസ് മാസ്കിന് പിന്നിലെ ആൾ വരയ്ക്ക് ഇപ്പുറവും എത്തിയിരിക്കുന്നു. ഇനി അയാൾക്ക് വര മറികടക്കാനാകുമോ? എല്ലൻ്റെ വിറങ്ങലിച്ചു കൊണ്ടിരിക്കുന്ന കൈ നോക്കി എന്താണ് ഇങ്ങനെയെന്ന് ഓൾസൺ അന്വേഷിക്കുമ്പോൾ അതങ്ങനെയെന്ന് എല്ലൻ്റെ ഒറ്റവാക്കിലുള്ള മറുപടി. അയാൾ കുറച്ച് അസ്വസ്ഥത പ്രകടിപ്പിച്ച് മാഗി തോക്കുകൊണ്ടടിച്ച മുറിവിൽ നിന്നും രക്തം കണ്ണിലേക്ക് കയറുന്നതായും നീറുന്നെന്നും പറഞ്ഞ് തുടച്ചു മാറ്റിത്തരുമെന്ന് എല്ലനോട് അഭ്യർത്ഥിക്കുന്നു. എല്ലൻ വേണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ട് പിളച്ചിലെടുക്കരുതെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുന്നു. വന്ന് ചോര തുടയ്ക്കാൻ തുനിയുമ്പോൾ പെട്ടെന്ന് അയാൾ വാ തുറന്ന് കണ്ണു തള്ളി നിൽക്കുന്നത് കണ്ട് എന്താണെന്ന് ചോദിച്ച് അമ്പരന്ന് നോക്കി നിൽക്കുമ്പോൾ മഴവില്ലെ പോലെ ഒരു പ്രകാശം മൂടി എല്ലൻ്റെ കണ്ണിലേക്കും പടരുന്നു, മുൻപ് ആർലോയ്ക്ക് സംഭവിച്ച പോലെ. ഉടൻ അയാൾ അവശനായി കുനിയുമ്പോൾ അത്രയും കാലം വിറച്ചുകൊണ്ടിരുന്ന എല്ലൻ്റെ കൈകൾ വിറയിൽ നിർത്തുന്നു. എല്ലനൊരു ഭാവമാറ്റവും. തിരിച്ചറിവ് ലഭിച്ച പോലെ ഓൾസൺ മഖ്നാബ് എവിടെ, ട്രാവിസ് എവിടെയെന്ന് പുലമ്പിയിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എല്ലനാകട്ടെ കയ്യിലിരിക്കുന്ന ഗണ്ണെടുത്ത് ഒരൊറ്റ വെടി തലക്കിട്ട്. ഓൾസൺ അയാൾ മഖ്നാബിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാളായിരിക്കണം. എല്ലൻ മുമ്പ് അയാൾ പാടിയ പാട്ട് മൂളിക്കൊണ്ട് അവിടെ വെച്ചിട്ടുള്ള ഒരു പേന കത്തിയെടുത്ത് അയാളുടെ കെട്ടെല്ലാം മുറിച്ച് മാറ്റിയിട്ട് അതേ തൂണിലേക്ക് സ്വയം തലയിടിച്ച് മുറിവേൽപ്പിക്കുന്നു. എല്ലൻ്റെ ഉള്ളിൽ ഹാർബിഞ്ചർ പോലെ എന്തോ ശക്തി കയറിയിരിക്കുന്നു. അതാരും അറിയാതിരിക്കാൻ ഓൾസനെ കൊന്നു.
ഓൾസനെ കൊന്നത് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ സ്വയം വരുത്തിയൊരു മുറിവും. ഇത്ര കൊടും സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ അങ്ങ് നോവറോ ഫാമിൽ റൂബൻ പുറത്തേക്കിടങ്ങാൻ കഴിയാതെ ഹെയ്ലോഫ്റ്റിനുള്ളിൽ അന്തിച്ചു നിൽക്കുകയാണ്, ആരാണ് പൂട്ടിയതെന്നും അറിയാതെ. മുമ്പിലതാ പ്രത്യേകതരം ആകർഷകമായി പല നിറങ്ങളോടും കൂടിയ കുമിളകൾ മേലേക്ക് പുറന്തള്ളിവിടുന്ന വൃക്ഷശിഖരങ്ങൾ. നാഥനില്ലാത്ത വീട് പോലെ ആരും നോക്കാനില്ലാതെ 3 ശവങ്ങൾ, അതും കൊടൂരമായി കൊല്ലപ്പെട്ടവ. ഇതിനിടയിലായി ബേസ്മെന്റിലേക്ക് ആരോ വലിച്ചിട്ട് ജെയിംസിന് നഷ്ടപ്പെട്ട ബോധം തിരിച്ചു വന്നിരിക്കുന്നു. കൈകൾ ടൈ ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നു. ആരോ അവിടെ നിന്ന് ചുമച്ചും അണച്ചും കൊണ്ടൊരു തീപ്പെട്ടി കത്തിച്ച് നടന്നെടുക്കുന്നു. കയ്യിൽ തോക്കും. മുൻപ് കണ്ട പോലെയുള്ളൊരു മാസ്ക് അയാളും ധരിച്ചിരിക്കുന്നു. അതൂരി അവശനായി നിൽക്കുന്ന അയാൾ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് ജെയിംസിനെ നോക്കി. ഒരു കുഴയ്ക്കുന്ന പ്രശ്നം അതാണിത്. കാരണം എനിക്കറിയില്ല നിങ്ങളെവിടെ എത്തിയിട്ടുള്ളത് എന്നെ സഹായിക്കാനാണോ അതോ എന്നെ തീർക്കാനാണോ എന്ന്. എന്താ? ഒന്നും പിടികിട്ടാതെ കിടക്കുന്ന ജെയിംസിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് അയാൾ എന്തോ തീരുമാനമെടുത്ത പോലെ കിതച്ചുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ, നീ ഒരൊറ്റ കാരണം പറഞ്ഞ് ഞാൻ ഈ സിഗരറ്റ് വലിച്ചിട്ട് നിന്റെ മണ്ടത്തലയിലേക്ക് ഉണ്ട കയറ്റാതിരിക്കാൻ.